ഹലോ ഗൈസ്, നമുക്ക് ഇന്നൊരു സദ്യ കഴിക്കാൻ പോവാം. ഇന്ന് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, ഞാനിന്ന് ഓഫായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നേരം വൈകി തന്നെയാണ് എഴുന്നേറ്റത്. സ്വാഭാവികം. എണീറ്റപ്പം മുതൽ വീടിന്റെ ബാക്കിൽ നിന്ന് നല്ല ചെണ്ടമേളത്തിന്റെ സൗണ്ട് കേൾക്കണുണ്ടായിട്ടാ. കാര്യം എന്താണെന്ന് എനിക്ക് അപ്പ കട്ടില്ല. പിന്നെ ഞാൻ ഉമ്മച്ചിനോട് പോയി ചോദിച്ചു. അപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞത്, ഞങ്ങളെ വീടിന്റെ തൊട്ടു ബാക്കിലായിട്ട് ഒരു അമ്പലമുണ്ട്. അമ്പലം എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ അമ്പലം തന്നെയാണ്. അവിടെ ഇന്ന് ഉത്സവമാണ്. ഉത്സവം എന്ന് പറയുമ്പോൾ ആനയൊന്നുമില്ല, ചെണ്ടമേളം, താലം, അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല. നമ്മ ചെന്നപ്പോഴത്തേനും അതൊക്കെ തീർന്നിട്ടുണ്ട്. ഉത്സവത്തിന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മച്ചിയും വീടിന്റെ അടുത്തുള്ള ഒരുത്തേയും കൂടിയാണ് പോയത്. ഈ ഉത്സവം എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഉത്സവമാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. എല്ലാ വർഷവും വീട്ടിൽ നിന്ന് ഉമ്മച്ചൊക്കെ പോവാറുണ്ട്, പക്ഷെ ഞാൻ പോവാറുണ്ടായിരുന്നില്ല, പോവാൻ പറ്റാറുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഉള്ളിലോട്ട് കയറിയപ്പോ തന്നെ നമ്മ ഫുഡ് കഴിക്കാനിരുന്നതല്ല, ഇരുത്തിയതായിരുന്നു. എനിക്കാണെങ്കിൽ ബിരിയാണിനേലും കൂടുതൽ ഇഷ്ടം സദ്യയാണ് കേട്ടാ. കൂടെ നമുക്ക് അവിടുത്തെ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഇതാണ് കേട്ടോ അമ്പലത്തിന്റെ ഫുൾ ആയിട്ടുള്ള വ്യൂ. നല്ല രസമല്ലേ കാണാൻ. ഈ അമ്പലത്തിന്റെ ഫുൾ ആയിട്ടുള്ള പണി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കിട്ടിയ പഴവും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി.